നമസ്കാരം. നമുക്ക് ആദ്യമേ തന്നെ മിഡിൽ ഈസ്റ്റിലേക്ക് തന്നെ പോകാം. മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയ നിരവധി വാർത്തകൾ വരുന്നുണ്ട്. അതിലേറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് ഈ ഒരു ഡൊണാൾഡ് ട്രംപിന് എന്ത് ഈ ഗസയുടെ കാര്യത്തിൽ അഭിപ്രായം പറയാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാലിഡായിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴത്തെ ലോകക്രമം അനുസരിച്ച് പുള്ളിയുടെ വാക്ക്, അതായത് ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കെന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്നെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ട്രംപിൻ്റെ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ഈ ഗസയിലുള്ള നിവാസികളെ അടുത്തുള്ള രാജ്യങ്ങളായിട്ടുള്ള ഈജിപ്ത്, അതുപോലെ തന്നെ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കണമെന്നാണ്. അതായത് സ്വന്തം വീട്ടിൽ നിന്ന് അവിടെ നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ പോയി താമസിച്ചോളാനാണ് ട്രംപ് പറയുന്നത്. അങ്ങനെ ഒരു നിർദ്ദേശമാണിപ്പോൾ വെച്ചിരിക്കുന്നത്. 1.5 മില്യൺ വരുന്ന ജനങ്ങളോടാണ് നിങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഗസ പുനരുദ്ധീകരിക്കേണ്ടത് വ്യത്യസ്തമായ ഒരു പർപ്പസിന് വേണ്ടിയാണ്. എ ഡിഫറെൻറ്റ് പർപ്പസ്. എന്തായിരിക്കും ആ ഡിഫറെൻറ്റ് പർപ്പസ്? അതായത് വളരെയധികം ആശങ്കയോടുകൂടി തന്നെയാണ് ട്രംപിൻ്റെ ഇത്തരം പ്രസ്താവനകൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഒരു ചരിത്ര വിഭാഗം പ്രൊഫസറുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുള്ള അൽ അരിയാൻ എന്നാണ്. ഇദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഗസ നിവാസികളെ മാറ്റി താമസിപ്പിക്കുന്നതിനോട് പാലസ്തീനികൾക്ക് യാതൊരുവിധ താല്പര്യവുമില്ല. തങ്ങളുടെ സ്വന്തം വീട് വിട്ടുപോയാലുള്ള അവസ്ഥ എന്താണെന്നും കഴിഞ്ഞ 70 വർഷമായിട്ട് അഭയാർത്ഥികളായിട്ട് താമസിക്കുന്നത് കൊണ്ട് തന്നെ ഈ അഭയാർത്ഥികളുടെ അവസ്ഥ എന്താണെന്നും ഗസയിലുള്ളവർക്കറിയാം. അതിനാൽ തന്നെ ഈ ട്രംപിൻ്റെ ഈ ഒരു നിർദ്ദേശം അത്ര കണ്ട് കാര്യമായി കാണണ്ട എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. എന്നിരുന്നാലും ഈ ഒരു ട്രംപിൻ്റെ പല പ്രസ്താവനകളും വളരെയധികം ആശങ്ക ഉളവാക്കുന്നൊരു കാര്യം തന്നെയാണ്. മറ്റൊരു വാർത്ത ബന്ധിമോചനത്തെക്കുറിച്ച് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നടന്നൊരു ബന്ധിമോചനം, അതായത് ഇസ്രായേലിൻ്റെ മുമ്പിൽ കൂടി തന്നെ ഗസ സിറ്റിയിൽ വെച്ച് തന്നെ ഹമാസ് 4 പേരെ, അതായത് 4 ഇസ്രായേലി ബന്ധികളെയാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. 200 പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിന് പകരമായിട്ടാണ് ഈ 4 വനിതാ തടവുകാരെ ഇപ്പോൾ ഹമാസ് കൈമാറിയിരിക്കുന്നത്. ജനുവരി 19 വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷമുള്ള 2ാമത്തെ കൈമാറ്റമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ആദ്യത്തെ കൈമാറ്റം നമുക്കെല്ലാം അറിയാം. 90 പാലസ്തീനിയൻ തടവുകാർക്ക് പകരമായിട്ടാണ് 3 ഇസ്രായേലി സൈനികരെ, 3 ഇസ്രായേലി വനിതകളെയാണ് കേട്ടോ, ഈ 3 ഇസ്രായേലി വനിതാ തടവുകാരെയാണ് ഇപ്പോൾ ഇതിനു മുമ്പ് ആദ്യത്തെ ഫേസ് പരസ്പരം കൈമാറിയിരുന്നത്. മറ്റൊരു വാർത്ത വരുന്നത് അടുത്ത ഗസയാകാൻ പോകുകയാണോ വെസ്റ്റ് ബാങ്ക് എന്നുള്ളത് തന്നെയാണ്. അതായത് ആശങ്കപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് വെസ്റ്റ് ബാങ്കിൽ നിന്ന് നമുക്ക് പറയാനായിട്ടുള്ളത്. അതിനിടെ ഒരു മുൻ പാലസ്തീനിയൻ മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഞാനിവിടെ വായിക്കാം. പ്രധാന പോരാട്ടം നടക്കുന്നത് ഗസയിലല്ല, അത് വെസ്റ്റ് ബാങ്കിലെന്നാണ് ഈ ഒരു മന്ത്രി, അതായത് ഈ മുൻ മന്ത്രി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് ബസോം നെയ്ം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിനെയും തങ്ങളോടൊപ്പം കൂടിച്ചേർക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. അതാണ് അവർ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നതെന്ന്. എന്നാൽ ഇസ്രയേലിന് ഗസയിലുണ്ടായ പരാജയം പോലെ തന്നെ ഈ ഒരു നടപടിയും അതും പരാജയപ്പെടുമെന്നാണ് ഈ ഒരു പാലസ്തീൻ്റെ മുൻ മിനിസ്റ്റർ അഭിപ്രായപ്പെടുന്നത്.